ഹലോ നമസ്കാരം ഭാവനാസ് ഫുഡ് ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പൊട്ടറ്റോ ഫ്രൈ ആണ്. അതിനു മുൻപേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യമായി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ 3 പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അധികം വണ്ണം കുറച്ചിട്ടല്ല, അത്യാവശ്യം വണ്ണത്തോടു കൂടെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ ഓയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഓയിലിട്ടിട്ടൊന്ന് മൂത്ത് വരട്ടെ. ആവശ്യത്തിന് സീസണിങ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പെല്ലാം കൂടി ഒന്ന് പിടിക്കട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ഉരുളക്കിഴങ്ങിൽ പിടിക്കണം. നന്നായിട്ട് വഴണ്ട് വരട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ വഴറ്റാണ്. നന്നായി വഴണ്ട് വരും. നമ്മുടെ ക്രിസ്പ് ആവുന്നത് വരെ ഒന്നും വഴറ്റണ്ട. അത്യാവശ്യം ഒരു 5 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതിയാവും. ഇനി 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ. അതേപോലെ പെപ്പർ പൗഡർ 3/4 ടീസ്പൂൺ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എല്ലായിടത്തും പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തും പിടിക്കുന്നത് പോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കൂട്ട് തയ്യാറാക്കാൻ പോവാണ്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുക്കുക. പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 3/4 ടീസ്പൂൺ വലിയ ജീരകവുമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് ചതച്ചെടുക്കുക. ഈ അരപ്പും കൂടെ നമുക്ക് പൊട്ടറ്റോക്കകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതെല്ലാം കൂടെ ഒരു 1.5 ടീസ്പൂണോളം നമുക്ക് അരപ്പ് വരും. അത് എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തേക്കും ഈ വെളുത്തുള്ളിയും എല്ലാം മിശ്രിതവും എത്തണം. ആവശ്യത്തിന് കറി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. സാവധാനം ചെറു തീയിലിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്യണം. ഇനി ഉപ്പ് നോക്കുക. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാം. എനിക്കിവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണയിലാട്ടോ ഇത് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഹെൽത്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ഇനിയും അടുത്തൊരു വിഭവമായിട്ട് കാണാം.